എല്ലാ പ്രേക്ഷകർക്കും ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സ്വാഗതം. കോളേജിലെ ഒരു വില്ലൻ കഥാപാത്രത്തിന് സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് കൊടുത്ത ഒരു സർപ്രൈസാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസി. ഒരു ആകർഷണ യന്ത്രം അവതരിപ്പിക്കാൻ ആകർഷണമുള്ള സ്വാമി തന്നെ വേണ്ടേ? കാലഭൈരവ പരിഹാര ക്രിയ യന്ത്രം. പക്ഷേ സ്വാമിയെ തേടി ആവശ്യക്കാരെത്തിയപ്പോ ഒരു സംഭവ ബഹുലമായ സ്വാമി കഥ. കാലടി ശ്രീശങ്കര കോളേജിലെ ഒരു സംഘം സുഹൃത്തുക്കളാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ചെങ്കിസ് യഥാർത്ഥ പേരെങ്ങനെ? അത് കൊള്ളാലോ, ഭയങ്കര വെറൈറ്റി ഉള്ള പേരാണല്ലേ. ചെങ്കിസ് ഖാൻ ആരാണെന്ന് അറിയാമോ? മംഗോളിയൻ ചക്രവർത്തിയാണെന്ന് അറിയാം. ബാക്കിയൊന്നും നോക്കിയിട്ടില്ലേ? ബാക്കി ഭയങ്കര ശക്തനാണെന്ന് അറിയാം. ഹിസ്റ്ററി ഏതാ മെയിൻ ഹിസ്റ്ററി? എന്നിട്ട് ചെങ്കിസ് ഖാൻ അറിയാം. ശ്രീശങ്കര അല്ല, മംഗോളിയൻ ചക്രവർത്തിയാണെന്ന് അറിയാം. വേൾഡിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കിയ ആളാണ്. ഇതൊക്കെ തന്നെയാണോ പരിപാടി? അവിടെ പിടിച്ചടക്കലാണോ കോളേജിൽ? ആണോ? അടുത്താണ് ഞാൻ ഗോപൻ. ഞാൻ ബികോം പഠിക്കണു. ഇവരൊക്കെ വേറെ വേറെ ബാച്ചാണ്. ഞങ്ങളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങനെ വന്ന് കൂടിയേക്കണവരാണ്. ഒരേ വേവ് ലെങ്ത് ഉള്ളവരായിരിക്കും. അതെ. സ്റ്റാൻലി BSc മൈക്രോബയോളജി ഫൈനൽ ഇയർ. എന്താ ഈ ചെങ്കിസ് ഖാനെ തിരഞ്ഞെടുക്കാൻ കാര്യം? ചെങ്കിസ് ഖാനെ തിരഞ്ഞെടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പിള്ളേരെ പിടിച്ചുകൊണ്ടുപോയി കുളത്തിൽ. അവിടെ ഞങ്ങളൊരു ആമ്പിൾക്കുളമുണ്ട്. ഇവൻ കൊണ്ടുപോയി പിള്ളേരെ പിടിച്ച് കുളത്തിലിടും. ആദ്യം കൊണ്ടുപോയി തന്നെ ഇവൻ കുളത്തിലിട്ടെ. അന്ന് എൻ്റെ വൈവ എക്സാം നടക്കുമായിരുന്നു. ആ വൈവ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവനെ കൊണ്ടുപോയി കുളത്തിലിട്ട്. അന്ന് ഞാൻ ഇവനോട് പറഞ്ഞാൽ നിനക്ക് എന്തായാലും ഇതിനൊരു പണി തരും. അന്ന് വൈകിട്ട് ഞാൻ ഗോപുരത്തിൽ പോയി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ സെർച്ച് ചെയ്ത് മെയിൽ ID ഒക്കെ എടുത്ത് അപ്പം തന്നെ വിട്ട്. ചെങ്കിസ് ഖാനെ അവിടെ എങ്ങനെ എത്തിച്ചു നിങ്ങൾ? ഒരു മോഡലിംഗിന് സെലക്ഷൻ കിട്ടിയെന്നും പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ടുവരുന്നത്. ഇവൻ സജഷൻ തരാമെന്നും പറഞ്ഞിട്ട് ഇവനെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. അപ്പോൾ അന്ന് അവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. ഇത് സാധനം ഒരു യന്ത്രത്തിനെ പറ്റിയാണ്. അപ്പോൾ അത് നമുക്കൊരു ലുക്ക് വേണം. എനിക്കത് ഗോപന് വേറൊരു സാധനം തരാം. അഭിനയിക്കാൻ അറിയാമല്ലേ? ആഗ്രഹമുണ്ടോ അഭിനയിക്കാൻ? ആഗ്രഹമുണ്ട്. അപ്പം പിന്നെ എനിക്കില്ലെങ്കിൽ വേറെ ആളിനെ കിട്ടും. തരാം. ഷറഫെ പുള്ളിയുടെ റോളൊന്ന് നമുക്ക് മറ്റേതിനൊന്ന് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ഈ ഞങ്ങളുടെ കയ്യിലൊരു യന്ത്രമുണ്ട്. ഭൈരവ ആകർഷണ യന്ത്രം എന്നാണ് ആ യന്ത്രത്തിൻ്റെ പേര്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിമാലയത്തിൽ നിന്ന് ഒരു സ്വാമി കണ്ടുപിടിച്ച സാധനമാണത്. അപ്പം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ആ സ്വാമിയായിട്ട് തന്നെ ഒരാളിരുന്നിട്ട് ഇത് പറയുക. മേക്കപ്പ് ചെയ്തോ സമയങ്ങളല്ലേ? നന്നായി. ഗോവൻ പറയുമ്പോൾ ആ ഭൈരവ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്ത സാധനമാണ്. ഒരുപാട് പേര് ഇതേമാതിരി കടക്കണിപ്പെട്ടവർ ഈ യന്ത്രം വാങ്ങിച്ച് വെച്ചിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര ബിസിനസ്സുകാർ ഈ സാധനം എനിക്കിങ്ങനെ ഈ ബിസിനസ് നടത്താൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര നല്ല സാധനമാണ്. നമ്മളങ്ങനെ ഇത് ശരിക്കും ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മളതിൻ്റെ ഫ്രാഞ്ചൈസി കേരളത്തിലെ ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ ചെങ്കിസ് ഖാൻ പറയുമ്പോഴേ ഒറിജിനൽ സ്വാമിയാണ് കേട്ടോ, അല്ലാതെ മേക്കപ്പ് സ്വാമിയായിട്ടിരിക്കില്ല. അതൊക്കെ മനുഷ്യന്റെ തലയിലെടുത്ത് എവിടെയാണ് മാറുന്നത്? അല്ല, ഇതെല്ലാം അങ്ങനെയല്ലേ. ഇപ്പോൾ ആക്സിഡന്റ് ഒന്നും ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ് നടക്കുന്നത്. വഴികൂടെ പോകുമ്പോൾ ഇടിച്ച് പറ്റി, അതേമാതിരി അല്ലേ ഇത്. അത് വന്നു, നിങ്ങളിതാ കയറി. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും നല്ലൊരു സ്വാമി സിനിമയിലെടുത്തിട്ടായിരുന്നില്ല. സ്വാമിയുടെ പേരെന്താ? സ്വാമിയുടെ പേര് പൂർണ്ണാനന്ദപുരി. എനിക്കുള്ള പൂർണ്ണാനന്ദപുരി അല്ല, പക്ഷെ നല്ല ലുക്കുണ്ട് കേട്ടോ. നമ്മൾ ആ വിചാരിച്ച ഡിസിഷൻ കറക്റ്റായിരുന്നു.
ചില സമയം ഭാഗ്യം വരണ വഴി പറയാൻ പറ്റില്ല. ഗോവന്റെ ടേക്ക് ഗോവന്റെ ടേക്ക്. എന്നിട്ട് ഗോവന്റെ കഴിയണതും സ്വാമിയിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യും കേട്ടോ. അനന്തം അജ്ഞാതം ആനന്ദം അജ്ഞാതം അവർണ്ണിനിയും നാം മനുഷ്യർ അനുഭവിക്കുന്ന സംഘർഷങ്ങളിൽ ഒരു ഉത്തമ പരിഹാരം. 33 കോടി ദൈവങ്ങൾ ഹിമാലയ സാനുക്കളുടെ ഗിരിശൃംഗങ്ങളിൽ നൂറ്റാണ്ടുകൾ തമസിരുന്നു. ചിരിക്കല്ലേ എനിക്ക് ഒറിജിനൽ സ്വാമിയെ കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങളെ ഇരുത്തുന്നത്. സ്റ്റാർട്ട് ക്യാമറ റെഡി. ആ ഒരു സീരിയസ്നെസ് കേട്ടാ കേട്ടാ. സ്വാമിയാണ്, യഥാർത്ഥ സ്വാമിയാണ്. ഇപ്പോൾ ഒരാൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സാധനം. താങ്കളുടെ ദാമ്പത്യ ബന്ധം പരാജയത്തിലേക്കോ ഭാര്യ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ കുട്ടികൾ നിങ്ങളെ അനുസരിക്കുന്നില്ലേ ഇതാ ഉത്തമ പരിഹാരം. കാലഭൈരവ പരിഹാര ക്രിയാ യന്ത്രം. ഇത് ധരിക്കൂ. സർവ്വതിനും പരിഹാരം കാണും. ധരിക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടുള്ള യന്ത്രം. അരയിലോ കഴുത്തിലോ ഈ യന്ത്രം ധരിക്കൂ. അതൊരു ഇതായിട്ട് പോട്ടെ. താളത്തിൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥത നേടും. ഹിമാലയ സാനുക്കളിൽ ഇരുന്ന് ഒരു കോടി 38 പ്രാവശ്യം ഇതൊരുമാതിരി മറ്റേ ലേലം വിളിക്കുമാതിരി അങ്ങനല്ല. ആ ഒരു ഗൗരവത്തിൽ പറ. അല്ല, അഭിനയം എന്ന് പറഞ്ഞാലേ എന്താണ്, നമ്മൾ ആ ഒരു അതിലേക്ക് അങ്ങ് ഇഴുകി ചേരുക. എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല, അതാണ് ഈ 3 വരി. താങ്കളുടെ ദാമ്പത്യ ബന്ധം പരാജയത്തിലാണോ? താങ്കളുടെ ഭാര്യ താങ്കളെ ശ്രദ്ധിക്കുന്നില്ലേ? കുട്ടികൾ നിങ്ങളെ അനുസരിക്കുന്നില്ലേ? ഇത്രേ ഉള്ളൂ, അത് മതി. നിനക്ക് പറ്റില്ലേ നോക്കണേ പോവാ. ദേഷ്യം ഇതും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പിന്നെ മര്യാദക്ക് കൂളായിട്ടിരിക്കും, കുഴപ്പമില്ല. പിന്നെന്താ നീയല്ല അഭിനയിക്കാൻ വന്നത്? കുഴപ്പമില്ല, ഞാൻ ഇതായില്ല, എനിക്ക് വേറെ കിട്ടിയില്ല. ഇപ്പൊ കണ്ടില്ലേ ഡയലോഗ് ബബ്ബടി, ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട്. ഡയലോഗ് നീ പേടിക്കണ്ട, ഡയലോഗ് നീ എന്തേലും പറഞ്ഞാൽ മതി. ഡയലോഗ് എന്തേലും പറഞ്ഞിട്ടുണ്ടെന്ന് മറ്റേ ലിപ്സിങ്കട. താങ്കളുടെ ദാമ്പത്യ ബന്ധം പരാജയത്തിലേക്ക്. ഭാര്യ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ? കുട്ടികൾ നിങ്ങളെ അനുസരിക്കുന്നില്ലേ? അത് തന്നെ ഇതിനാണ് നമുക്ക് വേണ്ടത്. ഇതിന് സ്വാമിയായിട്ടിന് ഇരുന്നോളൂ. ഒരു കസ്റ്റമർ ഉണ്ട് കേട്ടോ, പുള്ളി വാങ്ങിക്കാൻ വരികയാണ്. പുള്ളിയുടെ അടുത്ത് പറയണം നല്ല യന്ത്രമാണ്, ധരിക്കണം, കുഴപ്പമൊന്നുമില്ല. പുള്ളി ചോദിക്കും ഇത്. അപ്പോൾ ആ സ്വാമിയായിട്ട് തന്നെ അഭിനയിച്ചോണം. അഭിനയിക്കാമോ? കയ്യും കാലം പറിച്ചിട്ട് കൊള്ളൂടെ? നാക്കെന്നാ പോവാ, ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ പോണോ വേണ്ടെന്നുള്ളത് ഇവരല്ലേ തീരുമാനിക്കുന്നത്. കഴിക്കാണ്ട് പോണേ കസ്റ്റമറിനെ കുറിച്ച് മനസ്സിലാ. കസ്റ്റമർ ഏതാ? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞ? പുതിയ കസ്റ്റമർ. അതിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് റിലാക്സ് ആയിട്ട് സ്വാമിയായിട്ട്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇവന്റെ അഭിനയത്തിൽ ഇനി ആൾക്ക് മനസ്സിലായാലോ? ഇവനത് ഇത് പ്രതീക്ഷിച്ചു വന്നല്ലോ, അതാണ് അവന് ടെൻഷൻ. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കസ്റ്റമറാണ്. ചേട്ടാ, ഞാൻ കോളേജിലായിരുന്നു, നാളെ എനിക്ക് എക്സാമാണ്. ഇവനൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചിട്ട് എന്നാണ് ഇതിപ്പോ ചെയ്ത് നമ്മളിപ്പോ തന്നെ പോവാ. വീട് എനിക്ക് പറയാം, കുഴപ്പമില്ല, നമുക്ക് പറ്റുമോ നോക്കല്ലേ പോവാ. കണ്ടില്ലേ ഡയലോഗ്? ഞാൻ നിന്റെ അവിടെ വെച്ച് പറഞ്ഞല്ലോ ഡയലോഗിന്റെ കേസ്. ഇവിടെ മര്യാദ നോക്ക്. സിനിമയിൽ പറഞ്ഞിട്ടില്ല, പിന്നെയാണത്. അതിനിപ്പോ എന്താ വീട്, കുഴപ്പമില്ല. അല്ല, എല്ലാവരും പോയാലും ശരിയാണ്. അയ്യോ സോറി ചേട്ടാ, ഞാനേ പെട്ടെന്ന് ഞങ്ങൾ സ്വാമിയൊക്കെ ഉണ്ട്. ഞാൻ വിളിച്ചിരുന്നല്ലേ എന്നെ ഇന്ന് രാവിലെ വിളിച്ചു. എന്തോ മിഥുൻ ബിസിനസിൻ്റെ എന്തോ സ്വാമിയോട് ചോദിച്ചാൽ മതി. ഈ യന്ത്രത്തിൻ്റെ സ്വാമി.
നിങ്ങളുടെ ശരിക്കും സമയം കൊള്ളാം കേട്ടോ. അതല്ലേ സ്വാമി ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സമയം കൊള്ളാം. അതല്ലേ സംശയം ഉണ്ടെങ്കിൽ സമയം എടുത്ത് ചോദിച്ചോളൂ. സ്വാമി ചോദിച്ചു. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തകർന്നു. അത് ഒരു തീ പിടിച്ചു. ഇവിടെ പാലാരിവട്ടത്ത് ഒരു 3 മാസം മുമ്പ് ഒരു കടയ്ക്ക് തീ പിടിച്ചറിഞ്ഞായിരുന്നു. ചേട്ടാ എനിക്ക് ആ യന്ത്രത്തിൻ്റെ അല്ല നിൽക്കൂ, ഞാൻ ഇപ്പോൾ വരാമേ. നിങ്ങൾ ആ ലൈവ് സാധനം കാണിക്കും. നിങ്ങൾ ലൈവ് സ്വാമിയാണ്. ഞാനിപ്പോ അവിടെ ചെന്ന് വരുന്നത് പറയണത് എനിക്ക് പറ്റില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇരുന്നോ. അല്ല ഇപ്പൊ ഞാനിപ്പോ അവര് ചോദിക്കണേന് മറുപടി പറയണ്ടേ? എന്താ ഞാൻ പറഞ്ഞു. എന്റെ പൊന്നെ ഈ സാധനം ഇത് പറഞ്ഞു കേട്ട് വന്നതാണോ? ആ അതെ. അപ്പോൾ ഇവിടെ സ്വാമി ഉണ്ടെന്ന് ഇങ്ങനെ. ആ ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് ചോദിച്ചോട്ടെ. സ്വാമി പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ച് വൈഫിന് തീരെ ഒരു ഇതില്ല. അപ്പോൾ പുള്ളിക്കാരിയുടെ ഇതും സ്നേഹം ഒന്ന് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും കൂടെയാണ്. പുള്ളിക്കാരിക്ക് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഡിവോഴ്സ് ആയിരുന്നല്ലോ. എന്ത് ഇപ്പൊ ഈ സാധനം കിട്ടിയിട്ട് എന്തായിരിക്കും? അല്ല സൂപ്പർ നല്ല സാധനമാണ്. അതല്ലേ ഇല്ല, കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു വഴി ഞാൻ കുറേ നോക്കി നടന്നു. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ അനുഭവസ്ഥരുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഉണ്ടല്ലേ. എങ്ങനെ ഉപയോഗിക്കണ്ട? ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അരയില, അല്ലെങ്കിൽ കയ്യില, അല്ലെങ്കിൽ കഴുത്തില കേട്ടോ. പ്രശ്നം പറയണമെന്നാ? അല്ല, ഈ പരിഹാര മാർഗങ്ങളും പരിഹാര മാർഗമാണല്ലോ ഇത്. ഇതാണ് ഇത് അരയില അല്ലെങ്കിൽ കഴുത്തില കാലില കെട്ടിക്കഴിഞ്ഞാൽ സംഭവം മാറും. അതല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പൈസ പണം എടുത്തോണ്ട് വരാം. സാറേ ഞാൻ പൈസ എടുത്തോണ്ട് വരാം സാറേ. എന്തുട്ട് പരിപാടിയാടാ? കൂട്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ സാധനം എന്ത് നടപാടെന്ന് കഴിക്കണത് എന്തിന്? ഞാൻ എന്താ പറയാ, ഞാൻ അവിടെ എവിടെയെങ്കിലും കെട്ടിക്കോളാൻ പറഞ്ഞു. എന്തുട്ര കോപ, ഞാൻ വെല്ലോടത്തിരുന്നല്ലേ. ഞാൻ ദേശത്ത് പറയണ ഞാൻ മനയായിട്ട് പറഞ്ഞു. വെല്ലോടത്തിരുന്ന് എന്നെ പിടിച്ചോണ്ട് വന്നിട്ട് എടാ ഗോവ ഞാൻ ഇവിടെ ഒറ്റക്കടാ അലമ്പും പരിപാടി പോയിട്ടളിയത്. എന്തോന്ന് ക്ഷമിക്കാൻ, ഇവിടെ കൊണ്ടുവന്നെടുത്തിട്ട് നീ വരുവോ? വന്നേ അല്ല താഴെ ഓഫീസിൽ വീണ്ടും ഇത് നമ്മളെ എന്താ ഇത് എന്തിട്ട് എന്തോ മറ്റേ എല്ലായിടത്തും എൻ്റെ ചേട്ടാ ഞാൻ വല്ലയിടത്തും വന്നല്ല. ഈ വക ഇടപാട് എന്തോന്ന് ബിസിനസ് ഇത് 7,500 അത് കൊണ്ടുവന്ന് കൊടുക്കാൻ. ഇത് എന്തിനാളി എന്നെ കൊണ്ടുവന്നത്? അല്ലല്ല ഇതൊന്ന് ക്യാമറ എനിക്കാണ് കയറി അഭിനയിച്ചാൽ പോരായിരുന്ന. അല്ല ആ ഒരു ലുക്ക് പറഞ്ഞില്ലേ നിങ്ങള് ശരി ഓക്കെ. വന്നേ സ്വാമി എനിക്ക് കുറച്ച് പരിഹാര മാർഗങ്ങൾ എന്തെങ്കിലും എഴുതി തന്നായിരുന്നെങ്കിൽ. എഴുതാനോ? ബുക്കും പേപ്പറുണ്ടോ? ഇല്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, എന്തെങ്കിലും പറഞ്ഞു തന്നാലും മതി. ചൊല്ലേണ്ട ശ്ലോകങ്ങൾ രാവിലെ ഇത് കെട്ടും. ചൊല്ലേണ്ട ശ്ലോകങ്ങൾ ഞാൻ എന്ത് അല്ല നിങ്ങണ്ട പറഞ്ഞുതരാം ചേട്ടാ. എന്താണ് സ്വാമി ഇങ്ങനെ? അല്ല സ്വാമി ഒരു കാര്യം ചെയ്യാം, ഫോൺ നമ്പർ തന്നാൽ സ്വാമി ഞങ്ങൾ വിളിച്ചു പറയാം. ഞാനാണ് ഈ കാല് വിളിച്ചു പറയാം. സ്വാമി ദേഷ്യത്തിന് സ്വാമി ഇത്ര ദേഷ്യത്തിലാണ് ഞങ്ങൾ വിളിച്ചു പറയാം. താങ്ക് യു. അല്ല ഞാൻ ഇപ്പോൾ പൈസ എടുത്തു താഴെ പോകും, താഴെ പോയി അടച്ചാൽ മതി. ഏലസ് കൊടുന്നു. ആ ഞങ്ങൾ തരാം. സ്വാമി എനിക്ക് ഇരിക്കും. സ്വാമി എനിക്ക് കഴിക്കും. സ്വാമി അല്പം ദേഷ്യത്തിലാണ്. സ്വാമി യാത്രയൊക്കെ ചെയ്ത് വന്നതാണ്, അതുകൊണ്ടാണ്. ഓക്കെ. അല്ലെങ്കിൽ വന്നല്ലേ എപ്പോഴാണ് പോകണം? എന്തുട്ടാ നീ പറയണത്? ഞാൻ അവിടെ വന്നിട്ടൊരു എടാ നീയല്ല ഇവിടെ അഭിനയിക്കാൻ വന്നത്. എന്നെ കൊണ്ടുവന്ന് ഇവിടെ എടുത്തിട്ട് കോമളി തരൂലളിയായി കാണിക്കണത്. അതേതാ ചെക്കൻ? ആ ചെക്കൻ വന്നിട്ട് എൻ്റെ അടുത്ത് സാധനം വേണം. എന്തുട്ട് കസ്റ്റമർ? എന്തോന്ന് കസ്റ്റമർ? ഏത് കസ്റ്റമർ? കേട്ട പാട്. അതുപോലെ തന്നെയാണല്ലോ, ഇവിടെ തന്നെയാണല്ലോ. നീ എന്നോട് തന്നെ ഇത് ചെയ്യണോട്ടാ പോവാ.
നീ അത് പറയാ. നാളെ എക്സാമാണ്. കാര്യം പഠിച്ചിട്ടല്ല, വേറെ കേസ്. എടാ റിലാക്സ് ആവണം നടന്നടാ. റിലാക്സ് ആകുമ്പോഴത്തേക്ക് ആ പുള്ളി കയറി വരും. കൊള്ളല്ലേ നിങ്ങൾ സുഹൃത്തുക്കളായുണ്ട് നല്ല കൂളായിക്കോ നിങ്ങൾ സാധനം. ഒരു ടെൻഷനും വേണ്ട. ആ ഒരു നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് അങ്ങ് മാറുകയാണ്. നീ എൻ്റെ ഒന്ന് വാങ്ങൂട്ടോ. ഈ ഒരു ഇടപാട് ഈ സാധനം ഇട്ടിട്ട് കാലം വേനെടുത്തിട്ടുള്ള അത് മാറ്റിയിട്. നിങ്ങൾക്ക് അതാണ് പ്രശ്നം തന്നെ. അത് മാറ്റിയിട്. അത് ആദ്യം മാറ്റിയാൽ പോരെ. ഹിമാലയ സാധനങ്ങളിലെ ഒരു പിടി മണ്ണ് ഇതോടൊപ്പം എന്താ ഇയാളാണ് താൻ പറഞ്ഞ ആള്, അന്ന് പറഞ്ഞ ആള്? സാമി ഉണ്ടല്ലോ. എന്റെ 35,000 രൂപ എടുക്കാതെ. 35,000 രൂപ എന്റെ കൊണ്ടാ. എന്റെ 35,000 രൂപ ഇവിടെ. താൻ എന്നെ 1.5 മാസമായിട്ട് തന്നെ MG റോഡിലെ സാമിയുടെ അടുത്തോട്ടേക്കോ നമ്പർ എന്ത് സംഭവം? താനാണ് ഇതിന്റെ ആള്? താനാണോ ഈ സംഭവങ്ങൾ വിൽക്കുന്ന ആള്? താനാണോ? അല്ലേ സ്വാമിയാണ്. ഏത് സ്വാമി? സ്വാമിയാണ് ഈ സാധനം എനിക്ക് തരാം. കഴിഞ്ഞ ഞാൻ 1.5 മാസമായിട്ട് നിങ്ങൾ MG റോഡ് ഓഫീസിൽ കയറി ഇറങ്ങി. താൻ ഇവിടുത്തെ സ്റ്റാഫാണ്? ഇവിടുത്തെ ആളാണ്? അല്ല സഹോദര, എനിക്ക് സാധനം വേണം. ഇപ്പം എനിക്ക് ഇതാരാണ്? ഇതാണ് സ്വാമി. ഇയാളാണ് സ്വാമി? നിങ്ങളാണ് എടുത്ത സ്വാമി? ഞാൻ സമയമല്ല. പിന്നെ അവിടെ ഒന്നൊരു അയ്യോ സ്വാമിയല്ലേ സ്വാമിയാന്ന് പറഞ്ഞു. സ്വാമി ഇത് മൊത്തം താൻ സാധനം വാങ്ങിക്കാൻ വന്ന ആളാണ്? അതെ അതെ, എൻ്റെ പൈസ കണ്ടില്ല സാറേ. എന്റെ പൊന്നു സഹോദരൻ, ഞാനൊരു 3 മാസം മുമ്പ് 3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 35,000 രൂപ കൊടുത്തിട്ട് 3 വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ സാധനമല്ല, എന്റെ പ്രോപ്പർട്ടി അല്ല. കിട്ടിയോ? ഇല്ലേ, എനിക്ക് തരാന്ന് പറഞ്ഞു. ഇതിനകത്ത് മന്ത്രം ജപിച്ചിട്ടുണ്ടല്ലോ. ഗോൾഡ് ഒരു സിൽവർ 3 ഞാൻ വാങ്ങിച്ചു. ഇത് ഞാൻ കുറച്ച് വിശ്വസിച്ചു പോയി. അത് എന്റെ തെറ്റാണ്. ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയിക്കുമ്പോൾ അതിൽ ഡിങ്കന്റെ ഫോട്ടോ ഫോട്ടോ എനിക്ക് തോന്നി. ഇതെന്താ എഴുതിയിട്ടുണ്ട് സാറേ? ഒന്ന് വായിക്കാം സാറേ. എന്താ എഴുതിയിരിക്കുന്നത്? എനിക്ക് പടകാളി ചണ്ടി ചക്കിരി പോർക്കിൽ മാർക്കിൽ മറ്റേ പാട്ടാണല്ലോ. ഇത് വായിച്ചു. ഇതേപോലെ എനിക്ക് അന്ന് ഡിങ്കന്റെ ഫോട്ടോ, മായാവിന്റെ ഫോട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു സ്വാമിയാണ് എനിക്കന്ന് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഹിമാലയത്തിൽ കുറെ കാലം 2000 വർഷം ഇരുന്ന ആളാണ്. 2000 4,000 പോയേട്ടോ എന്റെ ഏട്ടാ. ഞാൻ ഇവിടെ ഇപ്പൊ അഭിനയിക്കാൻ വന്നാണ്. അഭിനയിക്കാനുള്ള അഭിനയാണ് ഇത്. ഈ സെയിം സംഭവമാണ് എന്നോടൊന്ന് പറഞ്ഞിരിക്കുന്നത്. 35,000 രൂപ മനസാക്ഷി ഞാൻ 35,000 രൂപ. എന്റെ ചേട്ടൻ ഞാൻ കേസ് പറയട്ടെ. ഞാൻ ഇവിടെ വെറുതെ വല്ലോടത്തും വന്നാണ്. ആ പോലീസിനോട് സ്വാമിയല്ലേ സ്വാമി പറഞ്ഞു എന്നോട്. ചേട്ടനോട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പിന്നെ നിങ്ങൾ ചേട്ടനോട് ഞാൻ പറഞ്ഞ എനിക്ക് അതിനുള്ള മറുപടി അല്ല ഞാൻ 1.5 മാസമായിട്ട് ചേട്ടനോട് നിന്ന് 36,000 രൂപ ഞാൻ വാങ്ങിച്ചു. എന്നെ പോലത്തെ ഉള്ളവർ ഒരു 100 പേര് കാണും. പക്ഷെ ഞാനല്ല. നിങ്ങൾ 1.5 മാസം ഞാൻ അന്വേഷിച്ചു. നിങ്ങൾ അവിടെ നിന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ എന്താ സംഭവം? ഓഫീസ് ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് 35 വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിലല്ലേ വന്നിരിക്കുന്നത്. ഇത് വിഗാണത്. അല്ല അഭിനയിക്കുകയാണെന്നല്ലേ പറയണേ. അതവര് ഊരിക്കോളും. ചേട്ടൻ എന്തിനാ ഭാരിച്ച കാര്യം അന്വേഷിച്ചാൽ പറയാ. അത് ശരി. ഏത് നാട്ടുകാര് ഇവിടെ വന്ന ഷൂട്ടിങ്ങിന് വന്നത് എന്ത് പറയിപ്പിക്കും? ഇതുപോലെ ഇത്ര നേരം പാവാട്ടുന്ന പോലെ ഇതേ ആ ക്യാമറ വെച്ചിട്ട് എന്റെ അടുത്തിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്ത്. ഇവനാണ് അഭിനയിക്കണ്ടേ. ചുമ്മാ ഇടികൊള്ളു ഇടി. എടാ സ്റ്റാലിൻ ഇത് കേക്കണ്ടോ? എന്താ സ്റ്റാലിൻ എന്നാ അങ്ങനെ പെട്ടെന്നൊരു സ്വാമിയാകാൻ പറഞ്ഞപ്പോ എന്ത് തോന്നി? തോന്നാൻ എന്താ, ഇവനാണ് ചെയ്യാൻ വന്നത് ഈ സെയിം ക്യാരക്ടർ. പെട്ടെന്ന് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനായിട്ടൊരു പ്രിപ്പയർ ആയിട്ടുണ്ടായില്ല. പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞ് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ആക്ട് ചെയ്യാനാണ് തീരുമാനം. ഫിലിം ആയതുകൊണ്ട് എന്തായാലും ചെയ്യാന്ന് ഉള്ള
മനസ്സോടുകൂടി ചെയ്താണ് അവർ. ഈ സാധാരണ കോളേജിൽ ഇഷ്ടം പോലെ അക്രമം കാണിക്കുന്ന ആൾ ഇവിടെ എന്താ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തത്? അത് പുറത്തൊരു സ്ഥലത്ത് കാരണം ഇടികൊള്ളാൻ നല്ല പേടി ഉണ്ടാവും. ആ മോൻ കാണുമ്പോ അങ്ങനെ തോന്നുന്നത്. ഞാൻ എന്ത് ചെയ്തവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ഞാൻ എന്ത് തെറ്റേത്? ഇടയ്ക്ക് കൊണ്ട് കുളത്തിൽ തള്ളിയിടും, അതെ, പിന്നെ ചെറിയ അക്രമം, ഇത്തിരി വെള്ളം കോരി ഒഴിക്കും, അല്ലാതെ അതൊക്കെ തെറ്റാണോ? ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. ഇടയ്ക്ക് വേറെന്ത് പറയുന്നുണ്ടായിരുന്നു, നാളെ പരീക്ഷയാണ്. അത് ചോദിക്കേണ്ട കാര്യമല്ല, എന്നാലും ചോദിക്കുകയാണ്. പരീക്ഷ എഴുതിയോ? പരീക്ഷ എഴുതി. ജയിക്കൂ? പാസ് മാർക്ക് കിട്ടും. പാസ് മാർക്ക് എത്രയാ? D+. C+ അല്ലേ? അല്ല, അതിങ്ങനെ ഒരു മാർക്കിംഗ് സിസ്റ്റം ഒക്കെ, അതിൽ എത്ര മാർക്ക് കിട്ടിയാൽ ജയിക്കും? 10ാം ക്ലാസ്സിന്റെ D+. അപ്പോൾ നിങ്ങളുടെ ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രാങ്കുകളും സൗഹൃദവും എല്ലാം ഒരുപാട് കാലം മുന്നോട്ട് പോട്ടെ എന്ന് ടേക്ക് ഇറ്റ് ഈസിയുടെ പേരിൽ ആശംസിക്കുന്നു. ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ ഉപഹാരം. ഇതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ ഫാമിലി മെമ്പർക്കോ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം കൂടുതൽ സർപ്രൈസുകളുമായി ടേക്ക് ഇറ്റ് ഈസിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.